എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ആദ്യത്തെ സമ്മേളനം നടത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് വിരമിച്ച ബാങ്ക് ഓഫീസർമാരുടെ സംഘടനയായ SBT ഓർമ്മക്കൂടാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 2017 മെയ് 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മുടെ ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മുടെ ചരിത്രത്തിൽ തന്നെ അപ്രത്യക്ഷമാകുകയുണ്ടായി. എങ്കിലും ബാങ്കിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായിട്ട് അവിടുത്തെ ഓഫീസർമാർ രൂപം കൊടുത്ത സംഘടനയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT ഓർമ്മക്കൂട് എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഓഫീസർമാരുടെ ഒരു സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടി, ബാങ്കിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കേരളത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ ഏറ്റവും അധികം ജ്വലിച്ചു നിന്ന ഒരു സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അറിയപ്പെടുന്നത്. സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് ഒരുപാട് അർത്ഥവത്തായ ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് ഏറ്റവും മികച്ച സാഹിത്യകൃതികളുടെ അവാർഡുകൾ, കലാകാരന്മാരെ ബഹുമാനിക്കുന്ന പരിപാടികൾ ഒക്കെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അത് തുടർന്നും ഈ സംഘടന നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ SBT ഓർമ്മക്കൂടിൻ്റെ സാഹിത്യ പുരസ്കാരം, കലാപുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് സാഹിത്യ പുരസ്കാരം പ്രമുഖ നിരൂപകനായ ആശാ മേനോനും മറ്റേ കലാപ്രതിഭാ പുരസ്കാരം ശ്രീ ഭട്ടതിരിക്കുമായിരുന്നു. ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്, ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ PV ശിവൻ, SBT ഓർമ്മക്കൂടിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരാണ് ഡോക്ടർ KS രവികുമാർ, സംസ്കൃത സർവകലാശാല, കരടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു. മലയാളത്തിലെ പ്രശസ്തനായ നിരൂപകനും എഴുത്തുകാരനുമാണ്. ഇത് അലിയാർ സാറ്. മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശബ്ദകലയുടെ ആചാര്യനാണ് അലിയാർ സാറ്. നല്ല പ്രാസംഗികനാണ്, കോളേജ് പ്രൊഫസറായിരുന്നു, ദേശീയ അവാർഡ് ഉൾപ്പെടെ നേടിയ ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും കൂടാതെ ജോൺ സാമുവലായിരുന്നു ഞങ്ങളുടെ ജഡ്ജിങ് കമ്മിറ്റിയുടെ വേറൊരു പ്രമുഖ അംഗം. എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് സംഘടനയുടെ SBT ഓർമ്മക്കൂടിൻ്റെ സെക്രട്ടറി ശ്രീ M ദേവി പ്രസാദ്, ഞങ്ങളുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ അതുപോലെ തന്നെ പ്രമുഖനായ കൺവീനർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സാംകുട്ടി മാത്യൂസ്. ഇവർ രണ്ടുപേരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ GMs ആയിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഇന്ന് പ്രധാനമായിട്ട് ചടങ്ങ് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. SBT ഓർമ്മക്കൂടിൻ്റെ സാഹിത്യ അവാർഡും അതുപോലെ പ്രതിഭ അവാർഡും ഇത് അനൗൺസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ അലിയാർ സാറിനെ ക്ഷണിക്കുകയാണ്. രവികുമാർ. സാറിൻ്റെ അതിഗംഭീരമായ ശബ്ദത്തിൽ ഇത് അനൗൺസ് ചെയ്യായിരുന്നു ഭംഗി. എന്നേക്കാൾ മുതിർന്ന ആളുമാണ് കേട്ടോ. SBT ഓർമ്മക്കൂട് സാഹിത്യ പുരസ്കാരം ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുകയും സാഹിത്യ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന, രണ്ടും സമാന്തരമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുക്കാറുള്ളത്. ആദ്യം കൊടുത്തിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ പ്രമുഖ നിരൂപകനായിരുന്ന ആശാ മേനോനാണ്. അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇക്കുറി പ്രശസ്ത കവിയും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് SBT ഓർമ്മക്കൂട് സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കലാകാരനുള്ള പുരസ്കാരം അലിയാർ സാറ്. നമസ്കാരം സുഹൃത്തുക്കളെ. അതെന്തായാലും ഇത് പ്രഖ്യാപിക്കാൻ എനിക്കൊരവസരം തന്നത് നന്നായി. കാരണം ഈ പുരസ്കാരം ലഭിക്കുന്നത് പ്രതിഭാ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ MG ശ്രീകുമാറിനാണ്. വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആർട്സ് കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥിയായിരുന്നു MG ശ്രീകുമാർ. അന്നും ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ശ്രീകുമാറിനെ പിടിച്ചിരുത്തി പാട്ട് പാടി കേൾക്കുമായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായി വലിയൊരു സന്തോഷം കൂടിയുണ്ട് ഈ പുരസ്കാരം ശ്രീകുമാറിന് നൽകുന്നതായി പ്രഖ്യാപിക്കുന്നതിൽ. സന്തോഷം.
അതായത് ഈ രണ്ട് വ്യക്തികളുടെ ഒരു പ്രത്യേകത, ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു, ഗ്രാമീൺ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അതുപോലെ MG ശ്രീകുമാർ ദീർഘകാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ജീവനക്കാരനായിരുന്നു. അപ്പോൾ ഇവർക്ക് ബാങ്കിങ് മേഖലയായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ ബാങ്കിങ് രംഗത്തുള്ളവരെ മാത്രമാണ് അവാർഡിന് പരിഗണിക്കുകയെന്നില്ല. കഴിഞ്ഞ വർഷം ഭട്ടതിരി ബാങ്കിൽ പ്രവർത്തിക്കാത്ത ഒരാളാണ്. പക്ഷേ ഈ രംഗത്തെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 25,000 രൂപയും പുരസ്കാരവും ആർട്ടിസ്റ്റ് ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ്, പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് അവാർഡ്. ഈ വരുന്ന 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി ഇവിടെ ബിഷപ്പ് പെരേര ഹാളിൽ നടക്കുന്ന SBT സ്മൃതി സംഗമം 2ാം എഡിഷനിൽ വെച്ചിട്ട് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ വരണം, ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറഞ്ഞുപോയ SBTയുടെ ഓർമ്മകൾ നിലനിർത്തുവാനും SBTയിലൂടെ വളർന്നു വന്ന ആൾക്കാർ ആ മാതൃസ്ഥാപനത്തിൽ നിന്നും ഉൾക്കൊണ്ട ചില സാമൂഹിക പ്രതിബദ്ധതകളും ഉത്തരവാദിത്വവും നിറവേറ്റുക അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ SBT ഓർമ്മക്കൂട് എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായത്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ അനാഥാലയങ്ങളിൽ ആവശ്യമുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുക തുടങ്ങിയ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ 2024 സ്മൃതി സംഗമം എന്ന പേരിൽ ആദ്യത്തെ ഒരു വലിയ ഒരു സംഗമം ഇവിടെ ജോലി ചെയ്തവരുടെ നടത്തിയത്. ഏതാണ്ട് 600-ൽ പരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്ന് അതിൽ പങ്കെടുത്തിരുന്നു. ഇത്തവണയും ഏതാണ്ട് 600-ൽ പരം അംഗങ്ങൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വലിയൊരു സംഗമമാണ്. ഇവിടെ അന്ന് നമ്മൾ ഈ സാഹിത്യ പുരസ്കാരവും പ്രതിഭാ പുരസ്കാരവും നൽകുന്നതോടൊപ്പം തന്നെ SBT ഓർമ്മക്കൂടിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാരിറ്റി ആക്ടിവിറ്റീസ് 2-3 ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 2 ദിവസത്തിനകം തന്നെ 2-3 ദിവസത്തിനകത്ത് തന്നെ തീരുമാനിച്ചതിന് ശേഷം അതും അന്നത്തെ ഞങ്ങളുടെ ഈ ചടങ്ങിൽ വെച്ച് നടത്തുന്നതാണ്. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ബാങ്കിൽ തന്നെ വളരെ പ്രമുഖരായ പല സാഹിത്യകാരന്മാരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, സേതു SBTയുടെ അഭിമാനമായിരുന്നു. എഴുത്തുകാരനായ സേതു, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ സതീഷ് ബാബു പയ്യന്നൂര്, അതുപോലെ പ്രശസ്ത സംവിധായകനായ TK രാജീവ് കുമാർ, നിരൂപകനായ പ്രസന്നകുമാർ, കുറേയധികം ആൾക്കാർ SBTയുടെ ഭാഗമായിട്ടുണ്ട്. ആ ഓർമ്മകളൊക്കെ അയവിറക്കാനുള്ള ഒരു പ്രത്യേക സംഗമം എന്നുള്ള നിലയിലാണ് ഇത് വർഷം തോറും അല്ലെങ്കിൽ 1-2 വർഷം തോറും ഞങ്ങൾ നടത്തുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും SBT ഓർമ്മക്കൂടിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.